എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഹാജാസ് ക്ലാസ്സസിലെ മോർണിംഗ് ടീയിലേക്ക് സ്വാഗതം. മോർണിംഗ് ടീയുമായി നിരവധി അധ്യാപകർ ഇപ്പോൾ നിങ്ങളെ സമീപിച്ചിട്ടുണ്ട്. ചില വിവരങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കാണുമെന്ന് കരുതുന്നു. നല്ലൊരു പ്രോഗ്രാമായി നല്ല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചോദിക്കുകയാണ്, പറഞ്ഞിട്ടില്ല, പറയുക. അപ്പോൾ എനിവേ, ഈ പുലർവേളയിൽ എന്നെ കേൾക്കുന്ന നമ്മുടെ ഈ ചായയിൽ ഇന്നത്തെ വിഷയം എന്താണ് നമുക്ക് പരിശോധിക്കാം. എല്ലാവർക്കും ചായക്കപ്പുമായി ദേ ഇങ്ങോട്ടേക്ക് വരാം. നോക്കൂ, എന്താണ് ഒരു കുഞ്ഞു കാര്യം. മാതൃഹൃദയി മലയാളത്തിൽ ആദ്യമായി ആത്മകഥ രചിച്ച വനിതയാണ് ഇവർ. ആദ്യമായി ആത്മകഥ രചിച്ച വനിത തിരുവനന്തപുരം സ്വദേശിനിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗ്രാമോദ്ധാരണ പരിപാടിയിൽ ആകൃഷ്ടയായ വനിതയാണ്. കിട്ടി. കെ രാമകൃഷ്ണപിള്ളയുടെ പത്നിയാണ്. ഇനിയും കിട്ടാത്തവർക്ക് ഇപ്പൊ കിട്ടി. വ്യാഴവട്ട സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയാണ്. അതിന്റെ മറ്റൊരു ഭാഗമാണ് ഓർമ്മയിൽ നിന്ന്. നമ്മൾ വ്യാഴവട്ട സ്മരണ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഓർമ്മയിൽ നിന്നും അവരുടെ ആത്മകഥയുടെ ഭാഗമാണ്. മറ്റു കൃതികൾ കർമ്മഫലം, മഹതികൾ, ആരോഗ്യരക്ഷാശാസ്ത്രം, താമരശ്ശേരി. അപ്പൊ മലയാളത്തിൽ ആദ്യമായി ആത്മകഥ രചിച്ച വനിത. ഇപ്പൊ ആളിന് എന്തായാലും നിങ്ങൾക്ക് കിട്ടിക്കഴിയും. ഇനി പോയിന്റ് അങ്ങ് പഠിച്ചു വെക്കുക. മലയാളത്തിൽ ആദ്യമായി ആത്മകഥ രചിച്ച ആളെന്നല്ല, ആത്മകഥ രചിച്ച ആദ്യ വനിത. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗ്രാമോദ്ധാരണ പരിപാടികളിൽ ആകർഷ ഗ്രാമങ്ങളെ ഉദ്ധരിക്കാനുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു അന്ന് കോൺഗ്രസിന്. അതിൽ ആകൃഷ്ടയായി വന്ന വനിതയാണ്. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ പത്നിയാണ്. രാമകൃഷ്ണപിള്ളയുടെ ഭാര്യയുടെ പേരെന്താന്നോ എന്തോ. ദേവയാനി അല്ല, ലളിതാംബിക അന്തർജനം അല്ല, ലക്ഷ്മിക്കുട്ടി അമ്മയല്ല, നാരായണി അമ്മയല്ല, കാർത്തിയാനി അമ്മയല്ല. ആരാണത് അല്ലേ? ചിലർ അങ്ങനെയല്ലേ വിചാരിക്കുന്നത്. വ്യാഴവട്ട സ്മരണകൾ അല്ലേ? അതുപോലെ ഓർമ്മയിൽ നിന്ന് ആത്മകഥ, വ്യാഴവട്ട സ്മരണകൾ, ഓർമ്മയിൽ നിന്ന്. മറ്റു കൃതികൾ കർമ്മഫലം, മഹതികൾ, ആരോഗ്യരക്ഷാശാസ്ത്രം, താമരശ്ശേരി. മാതൃഹൃദയി എന്ന പേര് കേട്ടാൽ ഇത് ഓർത്തു വെച്ചേക്കണം. ആരാണെന്നുള്ളത് കാര്യം ഓർത്തു വെച്ചേക്കണം. ബി കല്യാണിയമ്മ. ഓക്കെ. അപ്പൊ ഈ ചായം എങ്ങനെ? ചൂടല്ലേ? കടുപ്പമല്ലേ? മാതൃഹൃദയ എന്ന് കേട്ടാ പറയത്തില്ലല്ലോ അല്ലേ? രാമകൃഷ്ണപിള്ളയുടെ പത്നി എന്ന് കേട്ടാ നമ്മൾ ഉടനെ പറയും സ്വദേശം രാമകൃഷ്ണപിള്ള അല്ലേ? അപ്പോ ബി കല്യാണിയമ്മ. ഓക്കെ. അവസാനത്തെ കപ്പിലെ ചായയും കുടിച്ചോളൂ. താങ്ക് യു.